കൊടികളാണ് ആകെ ഉണ്ടായിരുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ചീറിപ്പാഞ്ഞു പോവാണ്. എത്ര വാഹനമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൊടി കാണിച്ച് അവിടെ നിന്ന് പോവുകയില്ലായിരുന്നു. അവിടെ വണ്ടി നിർത്തി ആരാണ്? ഗൺമാൻ. അദ്ദേഹത്തിന് സ്വന്തം ഗൺമാൻ ഇരുന്ന് അടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഞാൻ അന്ന് ആലപ്പുഴയിലെ തോമസിന്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചത് ആലപ്പുഴയിലെ മാധ്യമങ്ങൾക്കറിയാം. ഇത് തോമസിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഇത് ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും സങ്കടകരമായൊരവസ്ഥയ്ക്ക് ജനത്തിനോട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടിനാണ് ജയിച്ചത്? ഇപ്രാവശ്യം 20,000-ഓളം വോട്ട് ഇപ്പോൾ കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടും കൂടെ എണ്ണാനുണ്ട്. മാരാരിക്കുളത്ത് CPM-ന്റെ ഏറ്റവും ശക്തമായ കോട്ടയിലാണ് തോമസിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ട് മുന്നേറ്റം ഉണ്ടായത്. അത് കൃത്യമായ സന്ദേശം. കേരളത്തിലെ ജനങ്ങൾ ഇത് സഹിക്കില്ല. അവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ ഇതുപോലെ അടിച്ചു തീർത്താണ്. അപ്പോൾ കേരള സമരങ്ങളോട് ഒരു CPM ഗവൺമെൻറ് കാണിച്ച അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായിരുന്നു. അതിൻ്റെ ഇരയായിരുന്നു തോമസ്. ആ തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതോടെ ഈ അസഹിഷ്ണുതയുടെ ഈ അഹങ്കാര രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയായിട്ടാണ് അതിനെ കാണുന്നത്. അതല്ല നമ്മൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രത്യേകമായിട്ട് പ്രതികാരം കാണിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല സർക്കാരിനെ കാണുക. പക്ഷേ കുറ്റം ചെയ്യപ്പെട്ടവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, അത് ഇവിടെ മാത്രമല്ല ഏത് കാര്യത്തിനും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കർശനമായ നിലപാടുണ്ടാവും. കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് അനാവശ്യമായിട്ട് ആരോടെങ്കിലും പ്രതികാരം ചെയ്യുന്ന ഒരു നടപടിയൊന്നും ഉണ്ടാവില്ല. Now left is out of the power. Do you think that BJP might be getting space? രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി